മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ ഇരിട്ടിയിലെ നഗരവാസികൾക്കും ഈ നഗരത്തിന്റെ മധ്യത്തിൽ വെച്ച് പട്ടാപ്പകൽ വന്യമൃഗം ആക്രമിച്ച മനുഷ്യനെ കൊലപ്പെടുത്തുമ്പോൾ മാത്രമേ ഈ പ്രദേശത്തെ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇത് കാട്ടാനയും മറ്റു മൃഗങ്ങളും അവരുടെ ആക്രമണത്താൽ കൊല ചെയ്യപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്. അത് നാളുകളിൽ ഞാനായിരിക്കും എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ വിഷയത്തിൽ ശക്തമായി നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ ഇരിട്ടിയിൽ നിന്ന് അധികം ദൂരമല്ലല്ലോ എടൂരിൽ നിന്നും അധികം ദൂരമല്ലല്ലോ മുണ്ടയാമ്പറമ്പ്. ആ മുണ്ടയാമ്പറമ്പിൽ വെച്ചാണ് അവിടെയാണ് കടുവ മനുഷ്യനെ ആക്രമിക്കുന്ന വിധത്തിൽ കടുവ ജനങ്ങൾക്ക് സ്വൈര്യജീവനം എതിർക്കുന്ന വിധത്തിൽ ഓടിക്കളിച്ചത്. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഈ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കാരനായാലും ശരി, അത് കോൺഗ്രസുകാരനായാലും CPM-കാരനായാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനായാലും കേരള കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും ആരുമായിക്കൊള്ളട്ടെ, BJP-കാരനായാലും ഏത് സമയവും പാതിയിരിക്കുന്ന ഒരു ആക്രമണം അത് വന്യമൃഗത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേര് നോക്കാതെ, ജാതി മതത്തിന്റെ പേര് നോക്കാതെ, വർഗവർണ്ണത്തിന്റെ പേര് നോക്കാതെ ഒന്നിച്ചു നിന്ന് പോരാടാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവം ഇവിടുത്തെ കർഷകർക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല ഇവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞ തോമസ് വർഗീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഈ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനകത്തുള്ള ഈ നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കർഷക പോരാട്ടം അതിശക്തമായി ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുകയാണ്. നിരവധിയായ ആവശ്യങ്ങളാണ് ഈ കർഷക നേതാക്കൾ എനിക്ക് മുമ്പ് സംസാരിച്ചവരും ഇനി സംസാരിക്കാനിരിക്കുന്നവരും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇതിനേക്കാളെ എല്ലാം ഉപരിയായി ഒരു കർഷകൻ എന്ന രീതി നിങ്ങൾ അനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ നമുക്കറിയാം. കാട്ടുപന്നിയുടെ ആക്രമണം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് ഒരു 200ഓളം വരുന്ന ചേന നട്ട ഒരു കർഷകൻ, ആ 200ഓളം വരുന്ന ചേന മുഴുവൻ കാട്ടുപന്നി ആക്രമിച്ചപ്പോൾ അത് നശിപ്പിച്ചപ്പോ ആ കർഷകന് കിട്ടിയത് 165 രൂപയാണ് ധനസഹായം കിട്ടിയത്. 165 രൂപ ധനസഹായം. ഒരു 10 കിലോ ഉള്ള ചേന അല്ലെങ്കിൽ 8 കിലോ ഉള്ള ഒരു ചേന നശിപ്പിച്ചിട്ട് അതുപോലെ 200ഓളം ചേനകൾ നശിപ്പിച്ച് 1 കിലോ ചേനയ്ക്ക് 60 രൂപ കിലോയ്ക്ക് മാർക്കറ്റിൽ വിലയുണ്ട്. എന്നാൽ ആ ചേന 200ഓളം ചേന നശിപ്പിച്ച കർഷകന് കിട്ടുന്നത് 165 രൂപയാണ് നഷ്ടപരിഹാരം കിട്ടുന്നതെങ്കിൽ ഇത് ആരുടെ അണ്ണാക്കിലിട്ട് പുഴുങ്ങാനാണ് ഈ പൈസ കൊടുക്കുന്നത് എന്ന് ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി വിളിച്ചു പറയാനുള്ള തന്റേടം അതിനുള്ള ആർജവത്വം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് ഇനി വരാനിരിക്കുന്നത് വരുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ഭീകരമായ നഷ്ടങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പന്നിയുടെ ശല്യം മാത്രമാണോ, കുരങ്ങിന്റെ ശല്യം മാത്രമാണോ? മനുഷ്യന് എന്ത് വിധത്തിലാണ് ജീവിക്കാൻ വേണ്ടി കഴിയുക? നിങ്ങൾ ആഴ്ച നോക്കൂ, ഇവിടുത്തെ കർഷകർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യമുണ്ടോ? ഒരു പെൻഷൻ സംവിധാനം വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സംഘടന ആവശ്യപ്പെടുന്ന ഒരു 5000 രൂപ പെൻഷൻ, ഈ കർഷകർ ആവശ്യപ്പെടുന്നത് ഒരു 5000 രൂപയെങ്കിലും പെൻഷൻ തരുമോ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിന്റെ ഭരണവർഗം എന്ന് പറയുന്നത് ആ ഭരണവർഗവും ഇവിടുത്തെ സാധാരണ കർഷകർ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഇവിടെ ശരാശരി എന്ന് പറയുന്ന ഇവിടെ 3.5 കോടി ജനങ്ങളാണ് ഈ കേരളത്തിൽ ഉള്ളതെങ്കിൽ അതിനുള്ളിൽ 1.5 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾക്ക് ശരാശരി ഒരു 700 രൂപയിൽ താഴെയാണ് കൂലിയെന്ന് ഇതൊരു വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ആളുകൾക്ക് 700 രൂപയിൽ കുറവാണ് കൂലി. അങ്ങനെ 1.5 ലക്ഷത്തോളം ആളുകൾക്ക് 700 രൂപയിൽ താഴെ കൂലി കൈപ്പറ്റുമ്പോൾ അതിനുള്ളിൽ അവൻ ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ നിത്യചെലവിന് വേണ്ടി അവൻ ചെലവഴിക്കുന്നത് 200 രൂപയാണ്. അങ്ങനെ ശരാശരി നമ്മൾ കൂട്ടിയാൽ ആ 200 രൂപ ഒരു നിത്യചെലവിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നു. സാധാരണക്കാരുടെ കാര്യം പറഞ്ഞ ഒരു തൊഴിലില്ലാത്തവന്റെ പോലും എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് പോലും ഇവിടെ 29 രൂപ ഇവിടുത്തെ ഗവൺമെന്റ്, 26 രൂപ ഇവിടുത്തെ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ ഈടാക്കുന്നുണ്ട്. എങ്ങനെയാണ് ജനിച്ച് തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് 26 രൂപ ടാക്സ് ഈടാക്കുന്നത് നിങ്ങൾക്കറിയുമോ? ആ കുട്ടി ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് മുതൽ, ആ കുട്ടിക്ക് കൊടുക്കുന്ന പാൽപ്പൊടി മുതൽ
നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കോളൂ. ഒരു 200 രൂപ ഒരു കുട്ടിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന ആവറേജാണ് പറയുന്നത്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ 26 രൂപ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പണിയുമില്ലാത്ത വ്യക്തിയിൽ നിന്ന് പോലും ഗവൺമെന്റ് ടാക്സ് ഈടാക്കുകയാണ്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ശരാശരി മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് അവർ അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്നത് ഒരു 60 വയസ്സ് വരെ. ആ 60 വയസ്സ് വരെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 70 ലക്ഷത്തോളം രൂപ ഒരു പണിയുമില്ലാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ഗവൺമെന്റിന്റെ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ടാക്സ് കൊടുക്കുന്ന ആളുകൾ, അത് കുറച്ചുകൂടി മാന്യമായി ജീവിക്കുന്നവൻ, ഒരു ഫോൺ ഉപയോഗിക്കുന്നവൻ, ഫോൺ റീചാർജ് ചെയ്യുന്നവൻ, ഒരു ടാക്സി ഉപയോഗിക്കുന്നവൻ, അല്ലെങ്കിൽ ഒരു കാർ മേടിക്കുന്നവൻ, ഒരു വീട് നിർമ്മിക്കുന്നവൻ, അങ്ങനെ ആ കർഷകന്റെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എത്രയോ ഇരട്ടി ടാക്സ് ഇനത്തിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു കർഷകൻ അവന്റെ അധ്വാന ഭാഗമെന്ന് പറയുന്നത് ഒരു 60 വയസ്സ് 70 വയസ്സ് വരെ അവൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ഒരു 6 കോടി 5 കോടി 6 കോടി രൂപയ്ക്കുള്ളിൽ അവൻ ടാക്സ് അടയ്ക്കുകയാണ്. അവരാണ് ആവശ്യപ്പെടുന്നത് തിരിച്ച് ഞങ്ങൾക്ക് മാസം ഒരു 5000 രൂപ വെച്ച് തരൂ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഭരണകൂടമെങ്കിൽ ആ ഭരണകൂടത്തിനോട് ധിക്കാരമായി സംസാരിക്കാൻ ഇവിടുത്തെ കർഷകർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ കാർഷിക പ്രശ്നങ്ങൾ ഇങ്ങനെ അമിതമായി നീണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള കർഷകർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.